ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. അണ്ണമയ ഡിസ്ട്രിക്റ്റിലെ മദനപ്പള്ളി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ബാത്റൂമുകളൊക്കെ തന്നെ മാർക്കറ്റിനകത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ലോറികൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും തക്കാളി പാക്കിംഗ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. തലങ്ങും വിലങ്ങും ലോറി ഇട്ടതും ബോക്സിൻ്റെ ഒരു ആരവും ബോക്സിൻ്റെ ഒരു കൂമ്പാരവും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല സ്ഥലത്തേക്കും ഇവിടെ നിന്നും ലോഡ് കയറ്റി പോകുന്ന ലോറികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല ചെറുകിട മാർക്കറ്റിൽ നിന്നും ഈ ഒരു മാർക്കറ്റിലേക്കാണ് തക്കാളികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കർഷകരിൽ നിന്നും ഡയറക്റ്റും ഈ ഒരു വലിയ മാർക്കറ്റിലേക്കാണ് സാധനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും പല എക്സ്പോർട്ടിംഗ് കേന്ദ്രങ്ങളിലേക്കും സാധനങ്ങൾ കയറ്റിവിടുന്നുണ്ട്. കൊണ്ടോട്ടിയിലേക്കൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് സംസാരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതാണ്. പല ലോറികളും വന്നും പോയും ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഇതിനകത്ത് ഇങ്ങനെ കാണുന്നത്. ഇവിടെ നിന്നും തക്കാളി മേടിച്ചതിന് ശേഷം ബത്തക്ക വിൽക്കുന്ന ആളുകൾ അവരുടെ ബത്തക്ക ഇങ്ങനെ അട്ടി ഒതുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിലൊക്കെ ഈ തക്കാളി വെക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വല്ലാതൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ചയുമാണ്. പച്ചപ്പിൻ്റെ ഇടയിൽ ചുവപ്പ് നിറം ഇങ്ങനെ കാണുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് എവിടെയാണ് എന്താണെന്ന് മലയാളത്തിൽ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കൂട്ടത്തിലേക്ക് ശ്രദ്ധ പോയത്. പിന്നീടാണ് ഇവർക്ക് മലയാളം അറിയാമെന്നും ഇവരുമായി സംസാരിച്ചപ്പോഴാണ് കൊണ്ടോട്ടിയിലേക്കെല്ലാം എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കയറ്റി പോകുന്നുണ്ട് എന്നുള്ളതും ഏത് ടൈമിൽ വന്നാലും ഇവിടെ തക്കാളി ലഭ്യമാണ് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിച്ചത്. വിവിധതരം സംസ്ഥാനങ്ങളിലേക്കും ലോഡ് കയറ്റി പോകുന്ന വാഹനങ്ങളിലേക്കൊക്കെയാണ് തക്കാളി ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം ഇവർ പറയുകയുണ്ടായി. കൂടുതലും സ്ത്രീകളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഗോഡൗൺ മാതൃകയിലാണ് ഇവിടുത്തെ ഓരോ കമ്മീഷൻ ബ്രോക്കർമാരുടെയും സ്ഥാപനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. ഉള്ളിലായിട്ട് ചെറിയൊരു റൂമുണ്ട്. ബാക്കിയെല്ലാം തന്നെ ഇതുപോലത്തെ വലിയ ഷെഡാണ്. മാർക്കറ്റിനകത്തായിട്ട് ഓരോ ക്യാബിനും ഓരോ വ്യക്തികൾക്ക് എന്നുള്ള രീതിയിലായിരിക്കാം ഇത് നിർമ്മിച്ചിട്ടുള്ളതും. മുള കൊണ്ടുണ്ടാക്കിയ ഈ ഒരു തട്ട് വിൽക്കുന്ന ഷോപ്പും ഇതിനകത്ത് കാണാൻ സാധിച്ചതാണ്. അത് ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ഈ ഒരു കാഴ്ചയിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോറിയിലേക്ക് ഹൈറ്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ബോക്സ് താഴെ പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടും പിന്നീട് ഇതുപോലെ ഷെഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേൽക്കൂരയിൽ ദാർപ്പായ ഇടുമ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു ബലത്തിന് വേണ്ടിയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ നിർമ്മിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്കറ്റ്, അത്യാവശ്യം വൃത്തിയുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ വണ്ടിയിൽ തക്കാളി നടക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്തേക്ക് ചെന്നപ്പോൾ ഇതുപോലത്തെ ചെറിയ തക്കാളി, വളരെ രസകരമായിട്ടുള്ള പച്ചപ്പ് കൂടാത്ത തക്കാളി, നെറ്റിൽ നിന്നും പച്ചപ്പ് കൂടാത്ത തക്കാളി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള തക്കാളിയാണ് കാണാൻ സാധിച്ചത്. ഇത് വളരെ ചെറിയതാണ്. കോട്ടിയെ പോലെയുള്ള രൂപമാണ് കാണാൻ സാധിക്കുന്നത്. വലിയ തക്കാളികളാണ് ആ ഒരു തട്ടിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത്, ഉന്തുവണ്ടിയിലേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചില്ലറ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ വണ്ടിയിലേക്ക് തക്കാളി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. മുന്നിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ അടച്ചിട്ട കമ്മീഷൻ ഏജൻറ്റുമാരുടെ ഷോപ്പുകളും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ സീസൺ ഔട്ടായതുകൊണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ അങ്ങകലെ കാണുന്ന ആ ഒരു ദർഗയിലേക്കും നമുക്ക് പോകാനായിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ തക്കാളി മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഏകദേശം ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് എത്തിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും തക്കാളിപ്പട്ടികയുടെ ഒരു ലോകമായിട്ടാണ് കാണുന്നത്.